പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശത്രുക്കൾ എന്നറിയപ്പെടുന്ന ഒരു ടീം തന്നെയാണ് ISL ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അവർ തമ്മിലുള്ള ശത്രുത തുടങ്ങിയിട്ട് നാൾ കുറേ ആയിട്ടുണ്ട്. അവരുടെ ജയപരാജയങ്ങൾ പലപ്പോഴും ആരാധകർക്കിടയിലും വലിയ ശത്രുത ക്ഷണിച്ചു വരുത്തിയിട്ടുമുണ്ട്. മോഹൻ ബഗാൻ ആരാധകരും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തമ്മിലുള്ള ശത്രുതയും വളരെ നാളായി മൂർച്ഛിച്ചു നിൽക്കുകയാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഇപ്പോൾ അടുത്ത അംഗത്തിനായി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ മോഹൻ ബഗാൻ അടുത്തതായി ഡ്യൂറൻ കപ്പിൽ നേരിടാനായി ഇരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ FC ആണ്. ഇന്നലെ അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ അവർ വിജയിക്കുകയാണെങ്കിൽ അവർ 1-ാം സ്ഥാനത്തെത്തും. അതായത് അവരുടെ ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അവർ മാറും. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമെടുത്താൽ അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായും ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും. പിന്നീട് ബ്ലാസ്റ്റേഴ്സിനെ 1-ാം സ്ഥാനത്ത് നിന്ന് മറികടന്ന് വേറൊരു ടീം 1-ാം സ്ഥാനത്തേക്ക് എത്തില്ല. അങ്ങനെ വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിൽ എതിരാളികളായി എത്തുക മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരിക്കും. അപ്പോൾ ഒരു വമ്പൻ പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും രണ്ട് ടീമുകളുടെയും മെയിൻ ടീം തന്നെയായിരിക്കും ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ഇറങ്ങുക. ഇന്നലെ മോഹൻ ബഗാൻ്റെ മെയിൻ ടീമായിരുന്നു ഇറങ്ങിയിരുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീം തന്നെയായിരിക്കും മോഹൻ ബഗാനെതിരെ ഇറങ്ങുന്നതും. ഡ്യൂറൻ കപ്പിലും ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിനെ തന്നെയാണ് അണിനിരത്തിയിരിക്കുന്നത്. ഒരു വമ്പൻ പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയാൽ മോഹൻ ബഗാനായിരിക്കും ക്വാർട്ടറിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് അടുത്ത മത്സരം വിജയിച്ച് മുന്നേറുകയും ചെയ്യണം. അഥവാ ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവിടെ ഈസ്റ്റ് ബംഗാളുമായിട്ട് പരാജയപ്പെട്ടാൽ അവിടെ ഈസ്റ്റ് ബംഗാളായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായി എത്തുന്നത്. എന്നാലും മോഹൻ ബഗാനാണ് കൂടുതൽ സാധ്യത നമ്മളവിടെ കാണുന്നത്.